നമസ്കാരം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നമ്മളിപ്പോൾ പെരുന്നാൾ പ്രമാണിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. ചില ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം ബിസിനസ് മേഖലയിൽ വളരെ മത്സരമുള്ളൊരു സമയമാണ് അല്ലേ? ബിസിനസ് മേഖല മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സുകളൊക്കെ എല്ലാവർക്കും വളരെ കുറവാണ്. എനിക്കൊക്കെ വളരെ കുറഞ്ഞ ഒരു സമയമാണ്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾക്ക് മത്സരത്തിൽ നമ്മളും പങ്കുചേരുക എന്നുള്ളത് മാത്രമേ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ബിസിനസ് ഉപേക്ഷിച്ചിട്ട് പോകാൻ നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും ആ മത്സരത്തിൽ ഒപ്പം ഞാനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം എല്ലാവർക്കും സാമ്പത്തികമായിട്ടും വളരെ മാന്ദ്യം വന്നൊരു സമയമാണ്. ബിസിനസ് കുറവ്, ലോണുകൾ, അങ്ങനെ എല്ലാ തരത്തിലും കടം മേടിക്കുക, പലിശയ്ക്ക് പൈസ എടുക്കുക, അങ്ങനെ പല രീതിയിലും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യണം നമുക്കറിയാം അല്ലേ? പിന്നെ ഹൗസിംഗ് ലോണ്, പേഴ്സണൽ ലോണുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അതിനെയൊക്കെ ഓവർകം ചെയ്ത് ചിലർക്ക് ഒരു ലോൺ വന്നു അല്ലെങ്കിൽ കടം വന്നു കഴിഞ്ഞാൽ കുടുംബത്തോടെ അവർ അവസാനിപ്പിക്കുക എന്നാണ് അവരുടെ ചെയ്യുന്നത്. പക്ഷെ അതല്ല, നമ്മൾ എന്ത് ജോലിയാണോ നമ്മുടെ മുന്നിൽ കിട്ടുന്നത് ആ ജോലി ചെയ്ത് നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലർ കാണാം ഭാര്യേനെയും മക്കളെയും കൊന്ന് വിഷം കൊടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒരിക്കലും നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകരുത്. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് പറ്റുന്ന ജോലി. ഇപ്പോൾ പഠിത്തത്തിനനുസരിച്ചുള്ള ജോലി എല്ലാവർക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? പറ്റുന്നത് ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കടങ്ങൾ വീട്ടി നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും അതിനെപ്പറ്റി ചിന്തിച്ച് തീരുമാനമെടുത്ത് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എങ്ങനെ ആ ഒരു ബാധ്യതേനെ അല്ലെങ്കിൽ കടത്തിനെ അല്ലെങ്കിൽ ലോണിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തീരുമാനമെടുത്ത് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും അത് എന്താ പറയുക, ഒരു കാര്യം ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചിന്തിക്കണം. 3-4 പ്രാവശ്യം ചിന്തിക്കണം. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എത്ര പ്രാവശ്യം ചിന്തിച്ചാലും നമുക്ക് അതിൽ നിന്ന് കര കയറാൻ പറ്റില്ല. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് ആരും അതിലേക്കൊന്നും പോകരുത്. നല്ല രീതിയിൽ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷയുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. അല്ലാണ്ട് അതിനെ തരണം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അത് ചിന്തിക്കാതെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ചിന്തകൾ നല്ലതായിരിക്കണം. നമുക്ക് പ്രതീക്ഷകളുണ്ടാവണം. പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? നാളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നാളെ എന്താവും എന്നുള്ളത് ദൈവത്തിൻ്റെ കൈകളിൽ മാത്രമാണ്. ദൈവമാണ് നാളെ എന്തുണ്ടാവുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിനൊപ്പം നമ്മളും നീങ്ങുക, പ്രതീക്ഷകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ആരും മോശമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവാതിരിക്കുക. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ മുന്നോട്ട് പോവുക. ജോലിയെടുക്കുക, നമ്മുടെ ബാധ്യതകൾ തീർക്കുക. പിന്നെ കടം മേടിച്ചവരോടൊക്കെ പറഞ്ഞ് നിന്ന് കുറേശ്ശെ കൊടുത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. എല്ലാവർക്കും പ്രതീക്ഷയുണ്ടാവട്ടെ നാളെ പറ്റിയിട്ട്, നമ്മുടെ മക്കളെ പറ്റിയിട്ട്, നമ്മുടെ കുടുംബത്തിനെ പറ്റിയിട്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങണം.